പ്രസാദവരനാഥയും ഞാനും. പ്രസാദവരനാഥയും ഞാനും എന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് എന്ന് ചോദിച്ച് കുറച്ച് പേര് എന്നോട് മെസ്സേജൊക്കെ ചോദിച്ചായിരുന്നു. ഞാനും എൻ്റെ അമ്മയും എന്ന് പറയുന്നതിന് തുല്യമാണ്. ഞാൻ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോരുത്തരാണ്. പ്രസാദവരനാഥ ദൈവം തിരഞ്ഞെടുത്ത പ്രത്യേക കൃപകൾ അല്ലെങ്കിൽ നമുക്ക് പ്രസാദങ്ങൾ നൽകുന്ന ഒരു അമ്മയാണ്. കൃപയുടെ വാതിൽ നിന്നും കൃപകളാൽ നമ്മെ യേശുവിലേക്ക് നയിക്കുന്ന ഒരു അമ്മയാണ് പരിശുദ്ധ അമ്മ എന്നൊക്കെ നമ്മൾ അർത്ഥമാക്കേണ്ടത്. എൻ്റെ ജീവിതം ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒപ്പം എന്നെ നയിക്കുന്ന അമ്മയും ഈശോയും ഉണ്ട്. അങ്ങനെ പ്രസാദവരനാഥയായ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിലെ സജീവമായിട്ട് എപ്പോഴും ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നു. ഞാൻ അമ്മയുടെ കൈ പിടിച്ച് നടക്കുന്നു എന്നൊക്കെ അതിനെ അർത്ഥമാക്കാം. ഒരു റിലേഷൻഷിപ്പാണ് അമ്മയും ഞാനും തമ്മിലുള്ള ഒരു റിലേഷൻ. ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വിശ്വാസവും അതുപോലെ തന്നെ സമർപ്പണം അമ്മയ്ക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുമ്പോൾ ഒക്കെ അത് പ്രകടമാകുന്നത് റിലേഷൻ മൂലമാണ്. നമ്മൾ ഓരോ മാസം സ്നേഹ ഉടമ്പടി പുതുക്കുമ്പോൾ സ്നേഹ ഉടമ്പടിയുടെ ആത്മാവാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ബലഹീനമായിട്ടുള്ള ജീവിതത്തിലെ പല പോരാട്ടങ്ങളുടെ നടുവിലും അമ്മയും ഞാനും ഒരുമിച്ച് ഉണ്ട് എന്നൊരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള ആത്മീയമായൊരു സന്ദേശം അമ്മ എന്നെ കാത്തു നടത്തുന്നു, ഞാൻ അമ്മയുടെ കൈകളിലാണ് എന്നുള്ള ഉറച്ച വിശ്വാസം. എൻ്റെ ജീവിതം കൃപയുടെ വഴിയാണ്, കൃപയുടെ വഴിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു വിശ്വാസം. നമ്മൾ കപ്പേളയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ 3 കൃപകൾ ലഭിക്കും എന്നുള്ള അറിവ് നമുക്കുണ്ട്. അപ്പോൾ പ്രസാദവരനാഥയും ഞാനും കൃപയുടെയും വിശ്വാസത്തിൻ്റെയും യാത്രയിലൂടെ നമുക്ക് അമ്മയോട് ചേർന്ന് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പ്രസാദവരനാഥയും ഞാനും എന്ന ആ പേര് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ ഇടാൻ കാരണം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. ഒപ്പം മുന്നോട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് ഓരോരുത്തർക്കും അമ്മയുടെ പ്രേക്ഷിതരാകാം. എൻ്റെ മനസ്സിൽ എനിക്ക് ലോകമെങ്ങും പോയിട്ട് സുവിശേഷമൊന്നും പ്രസംഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയായ യൂട്യൂബ് ചാനൽ വഴി ഈശോയെയും അമ്മയെയും ലോകത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ കുറ്റൂരിലുള്ള ഈ ഷാൻ സ്റ്റാർട്ട് ഫാദേഴ്സിൻ്റെ ഹൗസായ ആ പുണ്യഭൂമിയിൽ നിൽക്കുന്ന നമ്മുടെ കൊച്ചു കപ്പേളയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം, എല്ലാവരിലേക്ക് എത്തിക്കുക. നിങ്ങൾ കണ്ടു പോകുന്നുണ്ടെങ്കിലും അത് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്താൽ അതുപോലെ ഷെയർ ചെയ്യുക. ആ വീഡിയോയുടെ അടിയിൽ ഒരു തമ്പ് കൊടുക്കുക, ലൈക്ക് കൊടുക്കുക, അങ്ങനെ എല്ലാവരിലേക്ക് എത്തിക്കുക. താങ്ക് യു സോ മച്ച്.